ഇന്ന് നമ്മൾ വാഗമൺ കുരിശുമല കയറാൻ പോവാണ്. നമ്മൾ 5 പേരാണ് കയറാൻ പോയത്. ഏകദേശം 2 കിലോമീറ്റർ ലെങ്ത്തും അതുപോലെ തന്നെ കുത്തനെയുള്ള ചെരിവും വരുന്ന ഈ ഒരു കുരിശുമല കയറാൻ കുറച്ച് റിസ്ക് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ 5 പേരിൽ രണ്ടാമത്തെ കുരിശെത്തിയപ്പോൾ തന്നെ നമ്മളിൽ ഉള്ള 2 പേർക്ക് ടയേർഡായി, അവർ പിന്മാറി. ടയേർഡാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം കൊണ്ട് നമ്മൾ ടയേർഡ് ആവില്ലെങ്കിലും നമുക്ക് മനസ്സിനൊരു ടെൻഷനാണ് വരിക കേട്ടോ. അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നാം പ്രാവശ്യം അപ്പോ നമ്പർ 1 ഇങ്ങനെ കുരിശടികള് ഒരു 14 എണ്ണം ഉണ്ട് കേട്ടോ. ഈ 14 എണ്ണം കഴിഞ്ഞ് 15ാമത് ഒരു ചർച്ച് ഉണ്ട്, അവിടെയാണ് വ്യൂ പോയിന്റ്. അപ്പൊ അത്രയും നമ്മൾക്ക് കയറാനുണ്ട്. നല്ല റിസ്ക് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. വളരെ ഈസി ആയിട്ട് തോന്നും. നമ്മൾ വളരെ റിസ്ക് എടുത്തിട്ടാണ് എത്തിയിട്ടുള്ളത്. ഓരോ കുരിശടികൾ കഴിയുമ്പോഴും അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് വെള്ളമൊക്കെ കുടിച്ച്, വെള്ളം നമ്മളൊരു ബോട്ടിൽ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല റിസ്ക് ഉണ്ടായിരുന്നു. എനിക്ക് നല്ല റിസ്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ കയറി. എന്തായാലും കയറണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെ നമ്മൾ മലപ്പുറംകാർ എവിടെ ചെന്നാലും അവരെ കാണുമല്ലോ, അതേപോലെ മലപ്പുറം ടീം ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള കുറച്ച് ടീമിനെ കണ്ടു ഞങ്ങൾ അവിടുന്ന് ഈ വരുന്നവർ കേട്ടോ. അങ്ങനെയാണ് കേട്ടോ നമ്മൾ മലപ്പുറംകാർ എവിടെ എന്തുണ്ടോ എന്നറിഞ്ഞാൽ ഒരാകാംക്ഷയാണ് അവിടെ പോവാൻ. എനിക്ക് കോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചിട്ട് ഓക്കെ അല്ലെങ്കിൽ തിരിച്ചിറങ്ങാൻ പറഞ്ഞിട്ടായിരുന്നു. കാരണം നമുക്ക് മുകളിലെത്തും തോറും നമുക്ക് ടെൻഷൻ കൂടും. അത് അവർക്ക് അറിയുന്നതുകൊണ്ട് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു 9ാമത്തെ കുരിശെത്തിയപ്പോൾ എനിക്ക് പിന്നെ തീരെ വയ്യാണ്ടായി. മീൻസ് എനിക്ക് ടെൻഷനായിപ്പോയി. മുകളിലെത്തി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക എന്നുള്ളൊരു ടെൻഷനായിപ്പോയി. നമ്മൾ ഫസ്റ്റ് കണ്ടത് അവിടുത്തെ കിണറാണ് കേട്ടോ. ഇത്രയും ഹൈറ്റിൽ വരുന്ന ഈ ഒരു കുന്നിൻ്റെ മുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കിണർ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അതിൽ നിന്ന് നമ്മൾ കുറച്ച് സമയം കിടന്ന് റെസ്റ്റ് ചെയ്ത് അവിടെ നമുക്ക് കുരിശുകളൊക്കെ കാണാം. ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിനുള്ളിൽ യേശുവിൻ്റെ ഒരു ഡമ്മിയായിട്ട് കിടത്തിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പോയി കണ്ട് ഇവിടേക്ക് വർഷത്തിലൊരിക്കൽ ഒരു അടിപൊളി അങ്ങനെ അവിടെ നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ കാണുന്നുണ്ടെങ്കിലും കൂടിയിട്ട് എനിക്ക് ഓവർ ടെൻഷൻ ആയിരുന്നു കേട്ടോ. മനസ്സിന് എങ്ങനെ ഇനി തിരിച്ച് ഇറങ്ങണമല്ലോ എന്നാലോചിച്ചിട്ട് ഒരു ടെൻഷനായിപ്പോയി. എന്നിരുന്നാലും നല്ല അടിപൊളി സ്പോട്ടാണ്. നല്ല രീതിയിൽ റിസ്ക് എടുത്തിട്ട് വരേണ്ടി വരും എന്ന് മാത്രം. അങ്ങനെ അവിടെ ആസ്വദിച്ച് നമ്മൾ അവിടുന്ന് തിരിച്ചിറങ്ങുകയാണ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.